അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമേ പറയാനുള്ളത്, നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത്, ആ ഒരു രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ തന്നെയാണ് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ ആ പാറ്റേൺ നോക്കിക്കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ലഫ്ദം ബിലഫ്ദ് അർത്ഥം വെച്ചുകൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഒരുപാട് സമയം കൊടുത്തുകൊണ്ട് ആ രീതിയിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്, ക്ലാസ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പഠിക്കാൻ തുടങ്ങുന്ന ആളുകളൊക്കെ പരീക്ഷയുടെ 1-2 ആഴ്ച മുമ്പൊക്കെ ആയിരിക്കും പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ. ആ ഒരു സമയത്ത് ഒരിക്കലും ഡീറ്റെയിൽഡ് സ്റ്റഡി നന്നാവില്ല. കാരണം നമുക്കൊരിക്കലും ആ ഒരു പുസ്തകം ഏകദേശം 350ഓളം പേജ് ഉണ്ടല്ലോ, ഇത്രയും പേജ് പഠിച്ചു തീർക്കാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, നല്ലപോലെ എഴുതാം, അതിൽ അങ്ങനെ എഴുതാം. പിന്നീട് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടും. ആ ഒരു സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയൊരു ധാരണയും കിട്ടും. അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടാലും മതിയാവും, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ, ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മതിയാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ചു നോക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, ഒരു ഡീറ്റെയിൽഡ് നല്ല മാർക്ക് വാങ്ങാൻ തന്നെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ചെറിയ രൂപം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്നുള്ളൊരു ധാരണ നോക്കാം. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ വരാറുള്ളത്, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 7 ക്വസ്റ്റ്യൻ ആണുള്ളത്, അതിൽ 5 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളത്. ഏതെങ്കിലും 5 എണ്ണം ചെയ്താൽ മതിയാവും. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു പാരഗ്രാഫ് കൊടുക്കുകയും അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ ആ പാരഗ്രാഫിൽ നിന്ന് ആൻസർ ചെയ്താനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ അത് വെച്ചാണ്ട് ഒരു എസ്സേ എഴുതാനായിരിക്കും. ആ ഒരു രീതിയിൽ പാരഗ്രാഫ് കൊടുത്താണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ഒക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത് ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവാറുള്ളൂ. അത് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളും ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത് നമ്മുടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കാനുള്ളതാണ്. അതും പാഠത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ അൽഫാദുകൾ നൽകിക്കൊണ്ട്, ഒരുപാട് വേർഡ്സ് നൽകിക്കൊണ്ട് അത് വെച്ച് ജുംല ഉണ്ടാക്കുക. അതുപോലെ തന്നെ മാച്ച്, ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇഗ്നോ MA അറബിക്കിൻ്റെ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫസിയുടെ ആദ്യ ബ്ലോക്കിലെ ആദ്യ യൂണിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത്തഹിയ്യത്ത് വത്തആറുഫ്, പരസ്പരം അഭിവാദ്യം അർപ്പിക്കലും അതുപോലെ തന്നെ പരിചയപ്പെടുക. അതാണ് അത്തഹിയ്യ വത്തആറുഫ് എന്ന് പറയുന്നതിൻ്റെ ആശയം. ഈ പാഠഭാഗത്ത് നിന്ന് പ്രധാനമായും നമ്മുടെ സംഭാഷണം ഉണ്ടാക്കുക, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഭാഗത്തിൻ്റെയൊക്കെ ഒരു ആശയം പറഞ്ഞ്, പാരഗ്രാഫ് ബേസ് ആശയം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ടിരുന്നാൽ മതിയാകും. കാരണം ഇവിടെ ഒന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാറില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. സമയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് മാസിൻ അഹമ്മദ്. മാസിൻ അഹമ്മദ് ഡൽഹിയിലെ ജാമിയ മില്ലയിലെ യൂണിവേഴ്സിറ്റിയിൽ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മാസിൻ ഡൽഹിയിലേക്ക് പോകുന്നത്. മാസിൻ്റെ യഥാർത്ഥ നാട് രാജസ്ഥാനാണ്. അങ്ങനെ ഡൽഹിയിലേക്ക് തൻ്റെ സഹോദരിയോടുകൂടെയും മാതാപിതാക്കളോട് കൂടെയും പോയി. അങ്ങനെ അവിടെയുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവൻ്റെ ഫാമിലി അവൻ്റെ നാട്ടിലേക്ക് മടങ്ങി. ആ ഒരു സമയത്ത് ഫാമിലിയൊക്കെ മടങ്ങുന്ന സമയത്ത് അവൻ വീട്ടിൽ നിന്ന് ഒരിക്കലും വിട്ട് പിരിഞ്ഞിട്ടില്ലായിരുന്നു. 2 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് നിൽക്കാറുള്ളൂ. ആ ഒരു സമയത്ത് ഇങ്ങനെ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഏകാന്തത മാസിൻ അനുഭവപ്പെട്ടു. അങ്ങനെ മാസിൻ ഒരു കഫേയിൽ ഇരിക്കുന്ന സമയത്താണ് അബ്ദുള്ള എന്ന് പറയുന്ന മാസിനെ പോലെ തന്നെ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ കണ്ടുമുട്ടുന്നത്. പിന്നീട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ തന്നെ മർഹബൻ അഹി, ഒരു ഹലോ എന്നുള്ള അറബിയിലുള്ള അഭിവാദ്യമാണ് മർഹബ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണം. ആദ്യം അബ്ദുള്ള പറയുന്നു, എൻ്റെ പേര് അബ്ദുള്ളയാണ്, ഞാൻ ഈ കോളേജിൽ പുതിയതായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. പിന്നീട് മാസിൻ പറയുന്നു, എൻ്റെ പേര് മാസിനാണ്, ഞാൻ ഈ കോളേജിൽ പുതിയൊരു വിദ്യാർത്ഥിയാണ്. അബ്ദുള്ള ചോദിക്കുന്നു, നീ അഡ്മിഷൻ ലഭിച്ചത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ മാസിൻ പറയുന്നു, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അതിൽ ഡിഗ്രിക്കാണ് ഞാൻ ചേർന്നിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അബ്ദുള്ള പറയുന്നു, ഞാൻ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിക്കാനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാനും അതിൻ്റെ ഉസ്താദുമാരൊക്കെ വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഉസ്താദുമാരാണ്. അങ്ങനെയുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാൻ തൗഫീക്ക് നിന്ന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന് മാസിൻ അബ്ദുള്ള പറയുന്നു.
അന്നേരം മാസിൻ പറയുന്നു, ഇവിടെ അഡ്മിഷൻ കിട്ടിയതിൽ ഞാനും വളരെയധികം സന്തോഷവാനാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു അക്കാഡമിക് എൻവിറോൺമെൻറ്റ്, ഈ ഒരു സാഹചര്യം അതൊരിക്കലും ഞാൻ പാഴാക്കുകയില്ല. അത് നല്ലപോലെ ഞാൻ മുതലെടുക്കും. അതുപോലെ തന്നെ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള എൻ്റെ കുടുംബം, എൻ്റെ ഈ കോളേജ്, ഇവർക്കെല്ലാം അഭിമാനമാകുന്ന രീതിയിലുള്ള ഒരു വലിയ വിജയം ഞാൻ നേടും എന്ന് മാസിൻ പറയുന്നു. പിന്നീട് അബ്ദുള്ള ചോദിക്കുന്നു, നീ എവിടെ നിന്നാണ് വരുന്നത്? മാസിൻ പറയുന്നു, ഞാൻ രാജസ്ഥാനിലെ രാജ്കോട്ട് എന്ന പ്രവിശ്യയിലെ ജില്ലയിലെ ക്ലീംപൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. പിന്നീട് അദ്ദേഹം അബ്ദുള്ളയോട് ചോദിക്കുന്നു, നീ എവിടെ നിന്നാണ് വരുന്നത്? അബ്ദുള്ള പറയുന്നു, ഞാൻ ഹരിയാനയിൽ നിന്നുള്ള നൂഹ് എന്നുള്ള പ്രദേശത്ത് നിന്നാണ് വരുന്നത്. മാസിൻ ചോദിക്കുന്നു, നിന്റെ ഉപ്പ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അബ്ദുള്ള പറയുന്നു, എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് വലിയ ഭൂമിയുണ്ട്. അതിൽ വ്യത്യസ്തമായ വിളകൾ അദ്ദേഹം നടാറുമുണ്ട്. ഏതുപോലെ ഗോതമ്പ് പോലെ, അരി പോലെ, പയറുകളും പച്ചക്കറികളും പോലെ. എന്നിട്ട് അതിനെ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ഇതൊരു കുലത്തൊഴിലാണ്, അഥവാ പാരമ്പര്യമായിട്ട് ഞങ്ങൾ അങ്ങനെ കൃഷിക്കാരാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ഗ്രാമത്തിൽ അധികം ആളുകളും കൃഷിക്കാർ തന്നെയാണ്. പിന്നീട് എൻ്റെ ഉമ്മ വീട്ടിലെ ഹൗസ് വൈഫാണ്. അതുപോലെ പിന്നീട് അബ്ദുള്ള മാസിനോട് ചോദിക്കുന്നു, നിന്റെ കുടുംബത്തിനെ പറ്റി പറയാൻ പറയുന്നു. അന്നേരം മാസിൻ പറയുന്നു, എൻ്റെ ഉപ്പ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹം ഒരു ദീനിയായിട്ടുള്ള മദ്രസയിൽ നിന്ന് അദ്ദേഹം ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ അദ്ദേഹം ഞങ്ങളെ അറബി സംസാരിക്കാനും എഴുതാനും വായിക്കാനുമെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അബ്ദുള്ള പറയുന്നു, ഞാൻ ആ കാര്യത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിച്ചില്ല. നിന്റെ ഈ നല്ല സംസാരം കേട്ടപ്പോഴേ ഞാൻ ആശ്ചര്യപ്പെടേണ്ടതായിരുന്നു. നീ നന്നായിട്ട് അറബി സംസാരിക്കുന്നുണ്ട്. നീ എന്നേക്കാൾ നന്നായിട്ട് അറബി സംസാരിക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെയുള്ള ദീനിയായിട്ടുള്ള ഒരു മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് വർഷങ്ങൾ അറബി പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും നീ എന്നേക്കാൾ നന്നായിട്ട് അറബി സംസാരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ ഇത്തരത്തിൽ നല്ല രീതിയിൽ വളർത്തിയ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ. പിന്നെ നിന്റെ ഉമ്മ എന്താണ് ചെയ്യുന്നതെന്ന് അബ്ദുള്ള ചോദിച്ചു. അപ്പോൾ മാസിൻ പറഞ്ഞു, എൻ്റെ ഉമ്മ. അന്നേരം മാസിൻ പറയുന്നു, എൻ്റെ ഉമ്മ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഗേൾസ് സ്കൂളിലെ അറബിക് ടീച്ചറാണ്. അതുപോലെ തന്നെ ദീനിയായിട്ടുള്ള രീതിയിൽ ഞങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ അവൾ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു. ഞങ്ങൾ വീട്ടിലൊക്കെ അറബി സംസാരിക്കുമായിരുന്നു. കാരണം ഉമ്മ വിശ്വസിക്കുന്നത് ഏതൊരു ഫോറിൻ ലാംഗ്വേജും പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി ചെറുപ്പകാലം മുതലേ വീട്ടിൽ അത് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത് കൊണ്ടാണ്. അത് കാരണത്താൽ ഞാനും എൻ്റെ സഹോദരിയും നല്ല രീതിയിൽ അറബികൾ സംസാരിക്കുന്നത് പോലെ അറബി ചെറുപ്പകാലം മുതലേ സംസാരിച്ച് തുടങ്ങിയിരുന്നു. ഞങ്ങൾക്ക് ഉമ്മ ഒരുപാട് അഭിവാദ്യ രീതികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറബിയിൽ അഭിവാദ്യം ചെയ്യാനുള്ള ഒരുപാട് തഹയ്യാത്തുകൾ അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളതാണ്. അബ്ദുള്ള പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല നിന്റെ ഉമ്മയിൽ, നിന്റെ മാതാപിതാക്കളിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പഴയ ഒരു കവി പറയുന്നത് എത്ര ശരിയാണ്. ആരാണ് ആ കവി? ഹാഫിദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കവി. ആ കവി പറഞ്ഞത് എത്ര ശരിയാണ്. ആ കവി എന്താണ് പറയുന്നത്? അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅതഹ അഅത ശഅബൻ തയ്യിബൻ അറാഖി. നീ ഒരു ഉമ്മ എന്ന് പറയുന്നത് ഒരു പ്രാഥമിക സ്കൂളാണ്. നീ അവളെ തയ്യാറാക്കി കഴിഞ്ഞാൽ നീ ഒരു നല്ല കുലീനമായിട്ടുള്ള ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെയാണ് തയ്യാറാക്കുന്നത്. അഥവാ ഒരു സ്ത്രീ നന്നാവലോട് കൂടെ ഒരു കുടുംബം നന്നാവും, ഒരു കുടുംബം നന്നാവലോട് കൂടെ ഒരു സൊസൈറ്റി നന്നാവും. ആ രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലോ. അതാണ് ആ കവിതയുടെ ആശയം. പിന്നീട് അബ്ദുള്ള പറയുന്നു, ഈ ഏറ്റവും നല്ല തഹയ്യത്ത്, ഏറ്റവും നല്ല അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിന്നോട് യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ജവാബ് എന്താണ്? വഅലൈക്കും അസ്സലാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി എപ്പോൾ നിന്നെ ഞാൻ കാണുമ്പോഴും ഇനി മുതൽ ഞാൻ നിന്നോട് എപ്പോൾ കാണുമ്പോഴും സലാം കൊണ്ടായിരിക്കും ഞാൻ നിന്നെ അഭിവാദ്യം ചെയ്യുക എന്ന് അബ്ദുള്ള പറഞ്ഞു. അന്നേരം മാസിൻ പറഞ്ഞു, ശുക്രൻ, നിനക്ക് ശുക്രണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇനി മുതൽ നിന്നോട് എന്താണ്, അറബിയിലാണ് സംസാരിക്കുക. കാരണം ഇത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് അറബി മറന്നു പോവോ എന്നുള്ളത് കാരണത്താൽ നമുക്ക് ഇനി മുതൽ അറബിയിൽ സംസാരിക്കാം എന്ന് മാസിൻ പറയുന്നു. അബ്ദുള്ള അഫ്വൻ, അതെന്താണ് ശുക്രൻ എന്ന് പറയുന്നതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് അഫു എന്ന് പറയുന്നത്. ഏതായാലും അബ്ദുള്ള പറയുന്നു, നൈസ് ടു മീറ്റ് യു, നിങ്ങളെ കണ്ടതിൽ എന്താണ് വളരെയധികം, തശറഫ്തു ബി മാരിഫതിക, നിങ്ങളെ കണ്ടതിൽ എന്താണ് വളരെ അധികം സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിച്ചെടുക്കാനുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സഹായത്തിന് ഞാനുണ്ടാകും. മാസിൻ ശുക്രൻ ലക്ക, ജസീൽ ശുക്രൻ ലക്ക എന്ന് പറയുന്നു. അബ്ദുള്ള മഅസ്സലാമ എന്ന് പറയുന്നു. മാസിൻ ഇലല്ലിക്ക എന്ന് പറയുന്നു. ഈ മഅസ്സലാമ ഇലല്ലിക്ക എന്ന് പറയുന്നത് ഒരു അവസാനം ഒഴിവായി പോകുമ്പോൾ, വിട പറയുമ്പോൾ ഉള്ള ഒരു ഗുഡ് ബൈ പറയലുണ്ടല്ലോ. ആ ഗുഡ് ബൈൻ്റെ അറബിക് ടൈമാണ് മഅസ്സലാമ ഇലല്ലിക്ക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ഇവിടെ കുറച്ച് ഡയലോഗ്സ് അഥവാ കുറച്ച് സംഭാഷണ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. കാരണം സംഭാഷണത്തിൻ്റെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാക്കി വെക്കണം. സംഭാഷണം എഴുതാനുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കിട്ടാത്ത ലഫ്ലുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവസാന ഭാഗത്ത്, നമ്മുടെ ടെക്സ്റ്റിലെ അവസാന ഭാഗത്ത് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നോക്കിയാൽ മതിയാകും. അർത്ഥങ്ങളൊക്കെ നോക്കി വെക്കുക. ഏതായാലും ഈ സംഭാഷണം കൂടെ നമുക്ക് വായിച്ചു നോക്കാം.
നമ്മൾ നേരത്തെ വായിച്ച ആ ഭാഗത്തിൻ്റെ അതേ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. അതിനൊരു കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഒരു സംഭാഷണ രൂപത്തിലാക്കിയിട്ടുള്ളതാണ്. ആദ്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നു. പിന്നീട് അബ്ദുള്ള ചോദിക്കുന്നു, നീ ഈ കോളേജിലെ പുതിയ വിദ്യാർത്ഥിയാണോ എന്ന് ചോദിക്കുന്നു. മാസിൻ പറയുന്നു, അതെ ഞാൻ പുതിയ വിദ്യാർത്ഥിയാണ്. അബ്ദുള്ള പറയുന്നു, ഞാനും പുതിയ വിദ്യാർത്ഥിയാണ്. നീ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്? അബ്ദുള്ള ചോദിക്കുന്നുണ്ട്. അന്നേരം മാസിൻ പറയുന്നു, ഞാൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അതിൽ 1ാം വർഷമാണ് എന്ന് പറയുന്നു. പിന്നെ അബ്ദുള്ള പറയുന്നു, ഞാൻ ഏതിലാണ്? അറബിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അതുപോലെ തന്നെ അതിലും 1ാം വർഷമാണ്, BA ആണ്. പിന്നീട് അബ്ദുള്ള പറയുന്നുണ്ട്, നീ നന്നായിട്ട് അറബി സംസാരിക്കുന്നുണ്ടല്ലോ, നീ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് കൂടി നീ നന്നായിട്ട് അറബി സംസാരിക്കുന്നുണ്ടല്ലോ, നീ എങ്ങനെയാണ് ഈ അറബി ഭാഷ പഠിച്ചതെന്ന് ചോദിക്കുന്നു. അന്നേരം മാസിം പറയുന്നു, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ മാതാപിതാക്കൾക്കാണ്. അവർ അവരുടെ 2 മക്കളെയും, അഥവാ എന്നെയും എൻ്റെ സഹോദരിയും ചെറുപ്പകാലം മുതലേ എന്ത് ചെയ്തിട്ടുണ്ട്? അറബി പഠിച്ചിട്ടുണ്ട്. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിയമത്താണ്. കാരണം ചെറുപ്പകാലം മുതലേ ഖുർആനിനെ മറ്റൊരു പരിഭാഷകളൊന്നും ആവശ്യമില്ലാതെ ഖുർആനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ അറബി ഭാഷ എന്നുള്ളത് വളരെ ഭംഗിയുള്ള, അതുപോലെ തന്നെ ഒരുപാട് അൽഫാദുകളുള്ള, ഒരുപാട് വലിയ ചരിത്രമുള്ളൊരു ഭാഷയാണ് അറബി ഭാഷ. പിന്നീട് മാസിൻ അബ്ദുള്ളയോട് ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഈ ഒരു അറബിക് ഡിപ്പാർട്ട്മെന്റ് അറബിയെ നീ എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കാൻ, കാരണം എന്താണ് ചോദിക്കുകയാണ്. അന്നേരം അബ്ദുള്ള മറുപടി പറയുന്നു, എൻ്റെ പിതാവ് ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹം വളരെയധികം തെക്കുവയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ഞാൻ ഈ ദീനിയായിട്ടുള്ള മദ്രസയിൽ പഠിക്കാനും അതുപോലെ തന്നെ അറബി ഭാഷ പഠിക്കാനും ദീനിയായിട്ടുള്ള ഇൽമുകൾ, അതിൻ്റെ വിജ്ഞാനങ്ങളിൽ ഞാൻ വലിയൊരു പണ്ഡിതനാവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടെയുള്ള ഒരു വലിയ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ഒരു കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലോ ഈ അറബി സാഹിത്യത്തിൽ സ്പെഷ്യലൈസേഷൻ പഠിക്കാൻ ഞാൻ അദ്ദേഹത്തിനോട് സമ്മതം ചോദിച്ചു. അദ്ദേഹം സമ്മതം നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഇഖ്ലാസ് വേണം എന്നുള്ളത് അദ്ദേഹം എന്നെ ഉപദേശിക്കുകയും ചെയ്തു. മാസിൻ പറയുന്നു, അത് നല്ല കാര്യമാണ്. നീ എന്താണ് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിന്റെ ഈ പഠനം കഴിഞ്ഞതിന് ശേഷം നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മാസിൻ ചോദിക്കുന്നു. അബ്ദുള്ള പറയുന്നു, ആ വിഷയത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എങ്കിലും ഞാൻ അറബിയിൽ നല്ല പ്രാവീണ്യമുള്ള ഒരു പ്രൊഫസർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അബ്ദുള്ള മാസിനോട് തിരിച്ചു ചോദിക്കുകയാണ്. നീ പഠിക്കുന്നതാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, നിനക്ക് ആണെങ്കിലോ അറബി നന്നായിട്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും എഴുതാനും എല്ലാം അറിയാലോ. അതുകൊണ്ട് നിനക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും എന്ന് അബ്ദുള്ള മാസിനോട് പറയുകയാണ്. അന്നേരം മാസിൻ മറുപടി കൊടുക്കുന്നു, നീ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ അറബി പഠിച്ചത് അത് ഖുർആൻ ശരിക്കും മനസ്സിലാക്കാനും അതുപോലെ തന്നെ അറബി ആ ഒരു കൾച്ചറൽ നേരിട്ട് മനസ്സിലാക്കാനുമാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല ഗൾഫിലാണ് എനിക്ക് ജോലി വിധിച്ചെങ്കിൽ അങ്ങനെയാവട്ടെ. ഏതായാലും എൻ്റെ മാതാപിതാക്കളോട് എനിക്ക് വളരെയധികം ശുക്റും അതുപോലെ തന്നെ കൃപയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, നന്ദിയുണ്ട് എൻ്റെ മനസ്സിൽ. അവരാണ് ഭാഷ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വലിയ ഒരു ഖുദറാണ്. പിന്നീട് അബ്ദുള്ള ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഈ കോളേജ് തിരഞ്ഞെടുത്തത്? അന്നേരം മാസിൻ പറയുന്നു, ഞാൻ എൻ്റെ സെക്കൻഡറി പഠനം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഈ ജാമിയ മില്ലിയ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം ഇവിടെയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഇൻ്റർനാഷണലി അതുപോലെ തന്നെ നാഷണലി വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് റാങ്ക് ചെയ്യുന്ന ആ പട്ടികയിൽ ജാമിയ മില്ലിയയ്ക്ക് 3ാം സ്ഥാനവുമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആളുകൾ വലിയ നമ്മുടെ നാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കമ്പനികളിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയ ആളുകൾ അവർക്ക് ജോലി കിട്ടുന്നതിൻ്റെ ആ ഒരു പെർസെൻറ്റേജും അതും വളരെയധികം ഉയർന്നതാണ്. അബ്ദുള്ള പറയുന്നു, നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ ഈ സ്പെഷ്യലൈസേഷൻ മേഖലയിൽ നമ്മുടെ കഴിവിനനുസരിച്ച് നാം പരിശ്രമിക്കുകയും ഒരുപാട് നല്ല വിജയങ്ങൾ നേടുകയും വേണം. അങ്ങനെ നമ്മുടെ ഈ കോളേജിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെയും ഈ രാജ്യത്തിൻ്റെയും യശസ് ഉയർത്താൻ നമുക്ക് കഴിയണം. മാസിൻ പറയുന്നു, ഞാൻ നിന്നോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. നീയും നന്നായിട്ട് അറബി സംസാരിക്കുന്നുണ്ട്, നിനക്കും ഭാവിയിൽ നല്ലൊരു ദിവസം ഉണ്ടാവും. അബ്ദുള്ള പറയുന്നു, നിനക്ക് നന്ദി പറയുന്നു. നിനക്ക് എല്ലാവിധ വിജയങ്ങളും തൗഫീഖും നേരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സംഭാഷണത്തിലുള്ളത്. അപ്പോൾ ഒരു സംഭാഷണത്തിൻ്റെ മോഡലിലാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സാധാരണ അറിയുന്ന സംഭവം തന്നെയാണ്. തുടക്കത്തിൽ സലാം കൊണ്ട് തുടങ്ങുക. ഇനി അവസാനത്തിൽ കൊടുക്കാത്ത ഒന്നെന്ന് പറയുന്നത് നമ്മൾ മാസ്സലാം ഇലലിക്ക, അതും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി എക്സാമിന് ഒരു സംഭാഷണത്തിൽ കുറേ ഇപ്പോൾ ചോദ്യം നോക്കിയപ്പോൾ ഒരു 20 അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗുകൾ പറഞ്ഞിട്ടുള്ള സംഭാഷണങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇതൊക്കെ എഴുതി കൊടുത്താലും മതിയാവും. ഉദാഹരണം കൈഫൽ ഹാൽ എന്നൊക്കെ ചോദിക്കാറില്ലേ, അറിയും, നമുക്ക് കുറേ അറിയും, എന്തെങ്കിലുമൊക്കെ എഴുതാൻ അറിയുന്നുണ്ടെങ്കിൽ അതൊന്നും എഴുതണമെന്നില്ല, നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു പോവാം. ഇനി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒപ്പിച്ചൊക്കെ എഴുതിയാലും മതിയാവും.
അവസാനമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ബാക്കിയുണ്ട്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഈ എക്സസൈസുകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിൽ എല്ലാം ഒന്നും വരാറില്ല, സാധാരണ വരാറുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ ഇവിടെ ആദ്യമായിട്ട് കൊടുത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ടെക്സ്റ്റിൽ നിന്ന് ഏതെങ്കിലും, ഇപ്പോൾ വായിച്ച ടെക്സ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറാണ് പതിവുള്ളത്. ഈ പാഠത്ത് തന്നെ ആവണമെന്നില്ല, വേറെ പാഠത്തും ആവാം. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ കിട്ടും. ആദ്യത്തെ ചോദ്യം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് മാസിം പഠിക്കുന്നത്, ഏത് മർഹലയിലാണ്? അപ്പോൾ അദ്ദേഹം പഠിക്കുന്നത് എവിടെയാണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ബക്കാലിയസിലാണ്, ഡിഗ്രി BA പഠിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അബ്ദുള്ള പഠിക്കുന്നത്? അബ്ദുള്ള ലോത്തുൽ അറബിയാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ അബ്ദുള്ളയുടെ പിതാവിൻ്റെ ജോലി, അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. അതുപോലെ തന്നെ മാസിൻ എങ്ങനെയാണ് ഈ അറബി ഇത്രയേറെ നന്നായിട്ട് പഠിച്ചത്? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചെറുപ്പകാലത്ത് തന്നെ മാസിനെ നല്ല രീതിയിൽ അറബി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണത്താലാണ് മാസിന് നല്ലപോലെ അറബി അറിയാവുന്നത്. അതുപോലെ തന്നെ ഈ മാസിൻ്റെ ഉമ്മയുടെ അഭിപ്രായത്തിൽ ഈ ലാംഗ്വേജ് പഠിക്കാൻ, ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ആ ഒരു ടെക്നിക്ക് എന്താണ്? ആ ഉമ്മയുടെ അഭിപ്രായത്തിൽ ഏത് ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ അത്തരം നല്ല രീതിയിൽ ഫോറിൻ ലാംഗ്വേജുകൾ സംസാരിപ്പിക്കുക എന്നുള്ളതാണ് ആ ഉമ്മയുടെ ടെക്നിക്ക്. അതുപോലെ തന്നെ ഈ ഹാഫിദ് ഇബ്രാഹിമിൻ്റെ ബൈത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ആ ബൈത്ത് ഉണ്ടല്ലോ, നമ്മൾ കൊടുത്ത ബൈത്ത്, ആ ഉമ്മ എന്ന് പറയുന്നതാണ് മദ്രസ. ആ ഉമ്മയെ നന്നാക്കി കഴിഞ്ഞാൽ, ആ ഒരു നല്ലൊരു ഉമ്മ ഉണ്ടായി കഴിഞ്ഞാൽ നല്ലൊരു സമുദായം ഉണ്ടാവും, നല്ലൊരു സമൂഹം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതുപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ, ലോത്തുൽ അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് നമ്മുടേതായ ഇഷ്ടത്തിൽ എഴുതാം. അതുപോലെ തന്നെ അബ്ദുള്ളയുടെ ഉപ്പ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കൃഷി ചെയ്തിരുന്നത്? അദ്ദേഹം ഗോതമ്പ്, അരി, അതുപോലെ തന്നെ പയർ, പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ, ഈ അഡ്മിഷൻ എക്സാമിൽ ജയിച്ചതിൽ സന്തോഷവാനാണോ? അദ്ദേഹം സന്തോഷവാനാണ്. അതുപോലെ തന്നെ ജാമിയ മില്ലിയയ്ക്ക് ഈ ഗവൺമെൻറ് തയ്യാറാക്കുന്ന പട്ടികയിൽ എത്രാം സ്ഥാനമാണുള്ളത്? ജാമിയ മില്ലിയക്ക് 3ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. അത് ഈ പാഠത്തിൽ തന്നെ വരണമെന്നില്ല, ഈ പാഠത്തു നിന്നും വരാം, ഏത് പാഠത്തു നിന്നും വരാം. ഏതായാലും നോക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ അടിയിൽ കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കാനുണ്ട്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും പാഠഭാഗത്ത് എടുത്തിട്ടുള്ള ഈ ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷൻ കൊടുത്തിട്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബ്രാക്കറ്റും അതുപോലെ തന്നെ ഉത്തരവും ഉണ്ടാവും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെക്കണം. ഇതിൽ ഒന്നാമത്തേൻ്റെ ഉത്തരം സമാനി അഷറ എന്നുള്ളതാണ്. മാസിൻ അഹമ്മദ് ത്വാലിബ് ഷാബ് യബ്ലു മിനൽ ഉംരി സമാനി അഷറ. അദ്ദേഹം 18 വയസ്സുള്ള, സമാനിയത്തല്ല സമാനി അഷറ, മൂന്നാമത്തെ ബ്രാക്കറ്റിൽ നിന്നുള്ള മൂന്നാമത്തതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്താണ്? സഈദൻ ജിദ്ദൻ അല നജാഹി എന്നാണ്. സഈദൻ ജിദ്ദൻ അല കാന സഈദൻ ജിദ്ദൻ അല നജാഹി എന്നാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് വബഅദ അൻ, അവിടെ കൊടുക്കേണ്ടത് തമ്മത്ത് ലഹു എന്നുള്ളതാണ്. വബഅദ അൻ തമ്മത്ത് ലഹു ഇജ്റാഅത്തുൽ കബൂലി എന്നാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നാലാമത്തത് ബദ മാസിൻ അവിടെ കൊടുക്കേണ്ടത് യഹിസ്സു എന്നാണ്. ബദ മാസിൻ യഹിസ്സു ബിൽ ഓർബത്തി യഷ്താഖു ലിഅഹ്ലിഹി, യഷ്താഖു ആണ് അവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അഞ്ചാമത്തായിട്ടുള്ളത് ലാ തഅല്ലമു ഫി ഖിസ്മി ലോത്തിൽ അറബിയ, അവിടെ കൊടുക്കേണ്ടത് അല്ലദി യഅ്തബിറു എന്നുള്ളതാണ്. ഫി ഖിസ്മി ലോത്തിൽ അറബിയത്തില്ലദി യഅ്തബിറു, അല്ലെങ്കിൽ യുഅ്തബറു അങ്ങനെയാണ് വരിക, യുഅ്തബറു എന്നാണ് വരിക. അല്ലദി യുഅ്തബറു എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. പിന്നീട് അടുത്ത എക്സസൈസ് ആയിട്ടുള്ളത് ജുംല ഉണ്ടാക്കാനുള്ളതാണ്. ജുംല ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും സ്ഥിരമായിട്ട് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഈ പദങ്ങളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അൽ മർത്തബത്തു സാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാം സ്ഥാനം. തഷറഫ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിക്കുക. അസ്തഫീദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമെടുക്കുക, ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഉപകാരമെടുക്കുക. അതുപോലെ തന്നെ ഇഹ്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണിക്കുക, നല്ല വലിയതായിട്ട് കാണുക, ശ്രദ്ധിക്കുക എന്നൊക്കെ അർത്ഥം. അതേപോലെ തന്നെ നിസ്ബത്ത് തൗലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് റേറ്റ്, നമുക്ക് ജോലി കിട്ടുന്ന ആ ഒരു ശതമാനം, നിരക്ക്. അതേപോലെ തന്നെ 4ാമത്തെ എക്സസൈസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ല, ഈ താഴെ കൊടുത്തിരിക്കുന്ന ഒരു സംഭാഷണം, ആ സംഭാഷണത്തിൻ്റെ വരികളെ നമ്മുടേതായ രീതിയിൽ മാറ്റി എഴുതാനാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാറില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ 5ാമതായിട്ടുള്ള ട്രാൻസ്ലേഷനാണ്, അത് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും 6ാമത്തേതായിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ട്രാൻസ്ലേഷനും പൊതുവെ പരീക്ഷയ്ക്ക് കാണാറില്ല. ഏതായാലും നമ്മുടെ പാഠഭാഗത്ത് നിന്നുള്ളത് തന്നെയാണ്, നമ്മൾ വായിച്ചത് തന്നെയാണ്, അതുകൊണ്ട് ഇനിയും വായിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. ആ പാഠഭാഗം കേട്ട തന്നെ ഇതിൻ്റെ ആശയങ്ങൾ നമുക്കറിയാലോ. അതേപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജുമാണ്, അതുകൊണ്ട് വായിച്ച് നോക്കണം എന്നില്ല, നമ്മൾ ആ പാഠഭാഗം കേട്ടാൽ തന്നെ മതിയാകും. അതുപോലെ തന്നെ 7ാമത്തെ എക്സസൈസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു 5ഓളം ബ്രാക്കറ്റുകൾ
കളികളായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് കറക്റ്റ് ഓർഡർ ആക്കിയാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കറക്റ്റ് ഓർഡർ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഓർഡർ ശരിയായ ഓർഡർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഞ്ചാമത്തത് മാസിൻ അഹമ്മദ് ത്വാലിബൻ എന്ന് പറയുന്നതാണ് ആദ്യത്തത്. രണ്ടാമതായിട്ട് വരുന്നത് 1 ജാ ഇലാ ഡൽഹി എന്നുള്ളത്. മൂന്നാമതായിട്ട് വരുന്നത് 4ാമത്തതാണ് വബഅദ അൻ തമ്മത്ത് ലഹു ഇജ്റാഅത്തുൽ ഖബൂൽ എന്നുള്ളത്. 4ാമതായി വരുന്നത് 3ാമത്തതാണ് ഫലം യസ്ബിഖു ലഹു ഇഖാമത്തു എന്ന് പറയുന്നത്. അത് അവസാനമായിട്ടുള്ളത് 2ാമത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് 5, പിന്നെ 1, പിന്നെ 4, പിന്നെ 3, പിന്നെ 2. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ. ഈ ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് സാധാരണ വരാറില്ല, ഏതായാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അടിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതിൽ ഒന്നാമത്തത് ഇഷ്താക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. സബക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിടുക. ലൻ അദ്ദഹറ ഉസ്ആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ ഓപ്പർച്യൂണിറ്റീസും വേസ്റ്റ് ആക്കാതെ പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഹ്താജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമാവുക. ഇൽതഹക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുക. അഖാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുക. തഷറഫ അഭിമാനിക്കുക. ലാഹദ പരിഗണിക്കുക, ശ്രദ്ധിക്കുക എന്നർത്ഥം. ഓദറ പോയി എന്നുള്ള അർത്ഥമാണ്. ഇൻതബഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥമാണ്. പിന്നെ അവസാനത്തെ എക്സസൈസ് ആയിട്ടുള്ളത് താഴെ നൽകിയിരിക്കുന്ന ആ ജുംലകൾ കറക്റ്റ് ആണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് തെറ്റാണ്. കാരണം അവിടെ നമ്മളെന്താണ് കിലിംഫൂർ ഫി വിലായത്തി ഹരിയാന എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കിലിംഫൂർ എന്നുള്ളത് അത് ഹരിയാനയിൽ ഉള്ളതല്ല, മറിച്ച് രാജസ്ഥാനിലുള്ള ഒരു പ്രവിശ്യയാണ്, ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ആ ഒന്നാമത്തത് തെറ്റാണ്. രണ്ടാമത്തത് മാസിൻ അഹമ്മദ്, അത് ശരിയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. മൂന്നാമത്തത് വക്കാന സായിദൻ എന്ന് പറയുന്നത് അത് തെറ്റാണ്. കാരണം അൽ മർത്തബത്തുൽ ഖാമിസ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും അൽ മർത്തബത്തു സാലിസ എന്നാണ് വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ നാലാമത്തത് അൽ കിസ്മുൽ ലോത്ത്, അത് ശരിയാണ്. അതേപോലെ തന്നെ അഞ്ചാമത്തതും ശരിയാണ്. അപ്പോൾ ഇത്രയും പാഠഭാഗങ്ങളാണ്, ഇത്രയും എക്സസൈസുകളാണ് ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ എക്സസൈസുകളിൽ നിന്ന് പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു ജുംല ഉണ്ടാക്കാനുള്ള ആ വേർഡ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷൻസ് പൂരിപ്പിക്കുന്ന ആ ഒരു എക്സസൈസും, ഈ 2 എക്സസൈസാണ് ഇതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.